അപ്പൊ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും തൊഴിൽ രഹിതരായ തൊഴിലാളികളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ചെറുകിട വ്യാപാരികളുമായിരുന്നു. കൂടാതെ ഈ സമൂഹം മാനസിക പിന്മാറ്റത്തിലായിരുന്നു. മലബാർ ജില്ലയിലെ മൈസൂർ അധിനിവേശ സമയത്ത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പ്രവണത മാറ്റാൻ മുസ്ലിം സമൂഹം ശ്രമിച്ചിരുന്നു. 1792 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയവും ഹിന്ദു നാട്ടുരാജ്യങ്ങൾ മൈസൂർ കീഴടക്കിയതും മുസ്ലിങ്ങളെ വീണ്ടും സാമ്പത്തികവും സാംസ്കാരികവുമായ അടിമത്തത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. കേൾക്കണം ചരിത്രം. അപ്പോൾ ഹിന്ദുക്കളെ ഹിന്ദു നാട്ടുരാജാക്കന്മാരെ അവരെ കീഴടക്കി മുസ്ലിങ്ങളെ വീണ്ടും സാമ്പത്തികവും സാംസ്കാരികവുമായ അടിമത്തത്തിലേക്ക് നയിച്ചു. ആരാ ചെയ്തത്? ബ്രിട്ടീഷുകാർ. അപ്പൊ അതുപോലെ ഒട്ടനവധി ചരിത്രം നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പൊ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബ്രിട്ടീഷ് അധികാരികളുടെ പക്ഷപാതപരമായ ഭരണം മലബാർ ജില്ലയിലെ ദുരഹിതരായ മുസ്ലിം കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവരികയും ഇത് ഹിന്ദു ഭൂവുടമകൾക്ക് ബ്രിട്ടീഷ് ഭരണകൂടത്തിനും എതിരായ കലാപങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് നയിക്കുകയും ചെയ്തു. മാപ്പിള പ്രക്ഷോഭമായി ആക്രമങ്ങളുടെ പരമ്പര ഒടുവിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സമ്പത്ത് കൊള്ളയടിച്ച് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടു നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചതല്ല. മുസ്ലിങ്ങൾ ഇന്ത്യയെ പിടിച്ചടക്കാൻ വേണ്ടി അവർ ഒരാളുടെയും തല കൊഴിഞ്ഞിട്ടല്ല ഈ രാജ്യത്തിലേക്ക് ആ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് മുന്നോട്ട് വന്നത്. ചരിത്രമാണ്. അപ്പോ ഇവിടെ ഇസ്ലാമിന്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് ഇവിടെയുള്ള കേരളത്തിലുണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. അതല്ലാതെ ഹിന്ദു രാജാക്കന്മാരെ കൊന്നൊടുക്കി ഈ രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ അത്തരം കാര്യങ്ങളിൽ അവർ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭീകരമുഖങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നത്? ഇതിന്റെ പിന്നാമ്പുറം ആരാണ്? ഇസ്ലാമികപരമായിട്ട് ചിന്തിക്കുമ്പോൾ സാധാരണക്കാരനിലും സാധാരണക്കാരായിട്ടുള്ള ആ ഒരു ഭൂമിയോളം അടങ്ങി വാനോളം പൊങ്ങാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹവും ലാളനയും ഒക്കെ കൊടുത്ത് എൻ്റെ സഹോദരങ്ങളാണ് ഈ ഉള്ളവർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആ ഒരു അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക ആ ഒരു പാരമ്പര്യം നിലയുറപ്പിച്ചു കൊണ്ടുവരുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭീകരവാദവും പാടില്ല. ഒരു ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ല. ഇത് ഭീകരവാദത്തെ ഒരു മുസ്ലിമും ഇസ്ലാമിന്റെ ചരിത്രമറിയുന്ന പടച്ചവനിൽ ആ ഒരു ശരീരം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസൽമാനും മറ്റൊരു വ്യക്തിയെയും കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് പുറപ്പെടില്ല. ഇത് ചരിത്രമാണ്. അപ്പോ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് കാണുന്ന മുസ്ലിങ്ങൾ ഉണ്ട്. അപ്പോ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പേരുള്ള ഒരു വ്യക്തിയെയും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അതിശക്തന്മാരായിട്ട് പ്രവർത്തിച്ച ഇസ്ലാമാബാദിനെയും റാവൽപിണ്ടിയെയും ലാഹോറിനെയും ഒക്കെ അടിച്ചമർത്തിയ ആ ഒരു ധീര വനിത, ആ ഒരു സൈനിക മേധാവി സോഫിയ ഖുറൈഷി, അതുപോലെ തന്നെ ആ ഒരു അമുസ്ലിങ്ങളായിട്ടുള്ള മറ്റ് മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ അവരുടെ ഒപ്പം തന്നെ പാകിസ്ഥാനെ തുരത്താൻ വേണ്ടി
എല്ലാ കഴിവും ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആരെയും നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് വേർതിരിക്കാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ ഭാരതം നമ്മുടേതാണ് എന്ന് മാത്രം ചിന്തിച്ച് ഈ ഭാരതത്തിലുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരും എൻ്റെയും സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ എല്ലാ മതസ്ഥർക്കും നല്ല ഐക്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആർക്കും ആരെയും ഭയപ്പെടാത്ത രൂപത്തിൽ നമ്മുടെ കാലം കഴിയുന്നത് വരെ നമുക്ക് സന്തോഷമായിട്ട് രാജ്യത്ത് ജീവിക്കാൻ പറ്റും. പിന്നെ എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗക്കാരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്ന ആ ഒരു നമ്മുടെ വിക്രാന്ത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്പോട്ട് പറഞ്ഞു കൊടുക്കണം എത്രയാ അവനക്ക്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ പുഴുക്കുത്തുകളായിട്ടുള്ള ചില ആളുകളുണ്ട്. കാരണം ഇവർ ചിന്തിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമല്ലേ, അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് മുഗളന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു രാജ്യത്തുണ്ടായിരുന്ന ആളുകൾ പല ദിശയിലേക്കായിട്ട് അവരവരുടെ ആ ഒരു സുഖ സൗകര്യത്തിന് വേണ്ടി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിലുമൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരുമുണ്ട്. കഴിഞ്ഞ തവണ ആ ഒരു ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ അതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് പിന്നീട് അവിടെയുണ്ടായിരുന്ന അമുസ്ലിങ്ങൾ ആ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്ന അമുസ്ലിം ആ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പൂജാരികളെയൊക്കെ തല്ലുന്നതും അതുപോലെ തന്നെ അവരെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനുശേഷം ബംഗ്ലാദേശിൽ എത്ര അമുസ്ലിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നപ്പോൾ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? അവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല ബംഗ്ലാദേശ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. അതിനാലെ ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ പാകിസ്ഥാനികളായിട്ടുള്ള ഈ ഒരു പച്ചകൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? അപ്പോൾ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക വിരലിലെണ്ണാവുന്ന ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളത് അറിയാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി അതൊന്നും വേണ്ട, ഇനി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ഇല്ല എന്ന് ധരിക്കട്ടെ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം എന്ന് നമുക്ക് എടുത്തു പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഒരവകാശവുമില്ല. മുസ്ലിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാമിക രാജ്യമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയാണ്. അതല്ലാതെ മറ്റൊരു രാജ്യത്തെയും അത് മുസ്ലിം രാജ്യമാണ്, അത് ഇസ്ലാമിൻ്റെ അങ്ങനെയാണ്, മാങ്ങാത്തൊലിയാണ്, ഇതൊന്നും പറയേണ്ട ഒരു അവകാശവുമില്ല. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവാചകർ ജനിച്ച് വഫാത്തായ മണ്ണ് അത് സൗദി അറേബ്യയാണ്. ആ ഒരു സൗദി അറേബ്യയെ മാത്രമേ ഇസ്ലാമിക രാജ്യം എന്നുള്ള ആ ഒരു വാക്കുകളിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതല്ലാതെ ഈ തീവ്രവാദ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ആ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ മുസ്ലിം എന്ന് പറയുന്നത് എന്തർത്ഥത്തിന്റെ പേരിലാണ്? ഒരിക്കലും അവർ ഇസ്ലാമല്ല മുസ്ലിമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തീർച്ചയായിട്ടും പറയും. കാരണം അവർ ചെയ്യുന്നത് ഇസ്ലാമികമല്ല, അതാണ് അവിടുത്തെ കാര്യം. അവർ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമികമല്ല. എന്തായാലും ഈ അവസരത്തിൽ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ബൈ.